Hello buddies, how are you? അപ്പോൾ എല്ലാവർക്കും എൻഡ്രോയിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഫഷണൽ ചാനൽ ആർട്ട് നിർമ്മിക്കാം അഥവാ ചാനൽ ബാനർ. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അതും വളരെ പ്രൊഫഷണൽ ആയിട്ട് നല്ല ലുക്കുള്ള നല്ല ചാനൽ ബാനർ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരം വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചാനൽ ആർട്ട്? അപ്പോൾ ഈ ചാനൽ ആർട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് അഥവാ ചാനൽ ബാനർ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മളെല്ലാ യൂട്യൂബ് ചാനലും നമ്മൾ നോക്കുമ്പോൾ ആ ചാനൽ ലോഗോന് മുകളിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഒരു ചാനൽ ആർട്ട് കാണും. അവർ ചാനലിലെ നെയിമും കൊടുത്തിട്ട് അവർ ഫേസ്ബുക്ക് ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അങ്ങനെ കൊടുത്തിട്ട് ഒരു ചാനൽ ആർട്ട് കാണും. ഓക്കെ, അപ്പോൾ ആ ചാനൽ ആർട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ തന്നെ ഒരു ലുക്ക് വരും. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ചാനൽ ആർട്ടും ഇല്ലാണ്ട് നമ്മൾ ഒരു കസ്റ്റമൈസും ചെയ്യാണ്ട് നിൽക്കുന്ന ചാനലിനെയും കാട്ടി എത്രയോ ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാവും നമ്മുടെ ചാനലിൽ, ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവും ഈ ഒരു ചാനൽ ആർട്ട് വരുമ്പം. ഓക്കെ, പക്ഷേ പല ആളുകൾക്കും നല്ല രീതിയിൽ ചാനൽ ആർട്ട് ഉണ്ടാക്കാൻ അറിയില്ല. അവരിപ്പോൾ ഒരു ചാനൽ ആർട്ട് ഉണ്ടാക്കും, എന്നിട്ട് അത് സെറ്റ് ആക്കുമ്പം കുറച്ചത് ഇങ്ങോട്ടേക്ക് നമ്മൾ ടെക്സ്റ്റ് മാറിപ്പോയി അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറിപ്പോയി, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പം അത് നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അതെങ്ങനെ അവിടെ വെക്കില്ല അഥവാ എങ്ങനെ സെറ്റ് ആക്കലെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ അതൊക്കെ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നതായിരിക്കും. എങ്ങനെ വെക്കാമെന്നും എങ്ങനെ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കാമെന്നും എല്ലാം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാ ചാനൽ ബാനർ അഥവാ ചാനൽ ആർട്ട് ഉണ്ടാക്കലെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചാനൽ ആർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ കാൻവ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ആപ്പിൽ നമുക്ക് കുറേ ടെംപ്ലെറ്റ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ചാനൽ ആർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ധാരാളം ടെംപ്ലെറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്ടമുള്ള ടെംപ്ലെറ്റ് എടുത്തിട്ട് നമുക്ക് അതിൽ നമ്മളെ ചാനലിൻ്റെ നെയിമും എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു ലോഗോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് നല്ല പ്രൊഫഷണൽ ചാനൽ ബാനർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ക്യാൻവ ആപ്പ് കയറ്റുക. ഓക്കെ, സോ ക്യാൻവ ആപ്പ് കയറ്റിയിട്ട് അതിലെങ്ങനെയാണ് നമുക്കൊരു ചാനൽ ആർട്ട് ഉണ്ടാക്കലെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ഈ ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും പോയി കയറ്റാം. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടായി ആദ്യം സൈൻ ഇൻ ചെയ്യണം. പിന്നെ കുറച്ച് പെർമിഷൻസും നമുക്ക് കൊടുക്കണം. അതിനുശേഷം അത് ലോഡ് ആവുന്നതായിരിക്കും. ഇതിൽ 15,000 പ്ലസ് ടെംപ്ലെറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ലോഡായി വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ക്രിയേറ്റ് ഡിസൈൻ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ടെംപ്ലെറ്റ്, യൂട്യൂബ് തമ്പനെയിലിന്റെ, പിന്നെ ലോഗോസ് ഉണ്ടാക്കാനും അങ്ങനെ കുറേ ടെംപ്ലെറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ക്യാൻവ എന്ന് കാണുന്നില്ലേ, അത് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ ചാനൽ ആർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആർട്ട് എന്ന് നിങ്ങൾ സെർച്ച് ക്യാൻവയിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പം നമുക്ക് കുറേ ടെംപ്ലെറ്റ്സ് കിട്ടും. ഓക്കെ, കണക്ക് നമുക്ക് കുറേ നമ്മളെ യൂട്യൂബ് ചാനൽ ആർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ടെംപ്ലെറ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലെറ്റ് എടുത്തിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് മാറ്റാം, അതിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എല്ലാം ആക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ സണ്ണി മേക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇത് എടുക്കുന്നുണ്ട്, ഈ ഒരു ടെംപ്ലെറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലോഡായി വരും. ഓക്കെ, അപ്പോൾ ഇത് ലോഡായി വന്നതിന് ശേഷം ആദ്യം ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം. സണ്ണി മേക്കപ്പ് എന്നുള്ളത് എൻ്റെ ചാനലിൻ്റെ നെയിം കൊടുക്കണം. നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള ചാനലിൻ്റെ നെയിം കൊടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പം എൻ്റെ ചാനലിൻ്റെ നെയിം ആൻഡ്രോയിഡ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഥവാ ഇതിൻ്റെ ചാനൽ നെയിം മാത്രമല്ല ഇതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റാം. ഇതിൻ്റെ ടെക്സ്റ്റ് മാത്രമല്ല ഇതിൻ്റെ ഫോണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറും മാറ്റാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്, അതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായി തോന്നുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ഓക്കെയാണ്, ബട്ട് ബാക്ക്ഗ്രൗണ്ട് ക്യാൻവ എന്നൊരു വാട്ടർമാർക്ക് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് പ്രീമിയം എടുക്കണം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ് അമർത്തിയിട്ട് നിങ്ങളെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ എടുത്തിട്ട് ഒരു കളർ കൊടുക്കാം. ഓക്കെ, ബ്ലൂ കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു ചാനൽ ആർട്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ടെംപ്ലെറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ടെംപ്ലെറ്റ്സും ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടെംപ്ലെറ്റ് ആണോ ഇഷ്ടപ്പെടുന്നത് അത് അമർത്താം. ഇപ്പോൾ മുകളിലായിട്ട് നമ്മളൊരു സേവ് ബട്ടൺ കാണുന്നുണ്ട്, അതൊന്നും നിങ്ങൾ അമർത്താം. ഓക്കെ, സോ സേവ് ബട്ടൺ നിങ്ങൾ എടുത്തിട്ട് സേവ് എന്ന് കൊടുക്കുക, സേവ് എസ് ഇമേജ് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആർട്ട് സേവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ ചാനൽ ആർട്ട് നിർമ്മിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ ചാനൽ ബാനർ ഉണ്ടാക്കി. പക്ഷെ ഇത് എന്തായാലും സെറ്റാക്കണ്ടേ, ഇതിനെ സ്ഥലത്തെത്തിക്കണ്ടേ ഇതിനെ. അത് നമ്മൾ എത്തിച്ചിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ട് എന്ത് കാര്യം? എങ്ങനെയാണ് നമുക്ക് ചാനൽ ബാനർ സെറ്റാക്കലെന്നും നമ്മൾ പഠിക്കണം. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ പല ആളുകൾക്കും ക്രിയേറ്റർ സ്റ്റുഡിയോ എന്താണെന്നും അതെങ്ങനെ ഓപ്പൺ ചെയ്യലെന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യലെന്നും അതിലെങ്ങനെ സെറ്റാക്കലെന്നും എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇപ്പം മൊബൈൽ സ്ക്രീനിൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഓക്കെ, സോ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്നാണ് നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം സെർച്ച് ബാർ എടുത്തിട്ട് അതിൽ studio.youtube.com നടിക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് കാണും. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി സെർച്ച് നടിക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും, യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ. ഓക്കെ, അപ്പം നിങ്ങൾ സെർച്ച് കൊടുക്കാം. അപ്പം നമുക്കിതാ നമ്മൾ ഡയറക്റ്റ്ലി യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും, ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുള്ളത് ചാനൽ കണ്ടന്റ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ. അപ്പോൾ നിങ്ങൾ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് നോക്കിയാൽ സൂം ചെയ്തിട്ട് താഴെയായിട്ട് തന്നെ ഒരു കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അതമർത്തുക. ഓക്കെ, സോ അതമർത്താം. നിങ്ങൾ ഫസ്റ്റ് ഡാഷ്ബോർഡിലുണ്ടാവും. ഓക്കെ, നിങ്ങൾ കസ്റ്റമൈസേഷൻ എടുക്കാം. ഇപ്പം ലേഔട്ട് ഉള്ളത്, ലേഔട്ടിൽ നമുക്ക് നമ്മളെ വീഡിയോ ലേഔട്ട് മാറ്റാം. നിങ്ങൾ ബ്രാൻഡിങ് എടുക്കാം. അപ്പം ബ്രാൻഡിങ് എടുത്താൽ നിങ്ങളെ പ്രൊഫൈൽ പിക്ചറിന് താഴായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ചാനൽ ആർട്ട് സെറ്റാക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ആഡ് ചാനൽ ആർട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ക്യാൻവയിൽ ഒരു അടിപൊളി ചാനൽ ആർട്ട് ഉണ്ടാക്കിയിട്ട് ആ ചാനൽ ആർട്ട് ഇതിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് യൂട്യൂബ് അതിൻ്റെ പ്രിവ്യൂ ഒക്കെ കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾ എന്നിട്ട് സേവ് കൊടുക്കാം. ഓക്കെ, സേവ് കൊടുത്താൽ നമ്മളെ ചാനൽ ആർട്ട് അവിടെ ആയി. പക്ഷെ അത് പബ്ലിഷ് ആവുന്നതായിരിക്കില്ല, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നതായിരിക്കില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് കുറച്ച് സൂം ഔട്ട് ചെയ്യുമ്പോൾ മുകളിലായിട്ട് ഇവിടെ ഒരു പബ്ലിഷിൻ്റെ ബട്ടൺ ഉണ്ടാവും. എനിക്ക് ബ്ലൂ കളറായിട്ട് നിങ്ങൾക്ക് കാണും. എനിക്കിപ്പോൾ ആ ഓപ്ഷൻ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചാനൽ ആർട്ട് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല, ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പബ്ലിഷ് ബട്ടൺ കാണും. അപ്പോൾ ആ പബ്ലിഷ് ബട്ടൺ നിങ്ങൾ എല്ലാവരും ഒന്ന് അമർത്താം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ചാനൽ ആർട്ട് സെറ്റ് ആക്കൽ. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളെ ചാനൽ ഒരു പ്രൊഫഷണൽ ലുക്ക് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മളെ വ്യൂവേഴ്സിനൊക്കെ നമ്മളെ ചാനൽ കൂടുതൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. നമ്മളെ ചാനൽ നല്ല ലോഗോ വേണം, നല്ല ചാനൽ ബാനർ വേണം, നമുക്ക് നല്ല നല്ല വീഡിയോസ് ലേയേഴ്സൊക്കെ നമ്മൾ നല്ലോണം കസ്റ്റമൈസ് ചെയ്യണം. അതിനൊക്കെ കുറിച്ച് ഞാൻ ഫുള്ളായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെ ഹൗ ടു കസ്റ്റമൈസ് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും നോക്കുന്നില്ല. ഓക്കെ, എങ്ങനെ ഒരു ചാനൽ ആർട്ട് നിർമ്മിക്കാം, അതെങ്ങനെ സെറ്റാക്കാം, രണ്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കിയിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കുന്നു. സോ ഇറ്റ്സ് മീ ഷാം, നമുക്ക് അടുത്ത വീഡിയോ കാണാം.